നിറയെ പോഷക ഗുണങ്ങളുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൊക്കോളിയുടെ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ മതിയാകും. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. ആ തണ്ട് ഭാഗം കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അടർത്തിയെടുത്തതിന് ശേഷം നല്ലവണ്ണം ഒലച്ച് കഴുകുക. വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം കഴുകണ്ട. ഇത് അടുപ്പിൽ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ആദ്യമേ തന്നെ ബ്രൊക്കോളി ചേർക്കുക. ഒരു 2 പച്ചമുളക് അതും കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി മുളക് ചതച്ച് ചേർക്കുക. ഒരു 1/4 സ്പൂൺ ചേർക്കാം. കൂടെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു സവാള, ചെറിയ സവാളയാണെങ്കിൽ 2 ചേർക്കുക. സവാള കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതായത് സാധാരണ നമ്മൾ മെഴുക്ക് പുരട്ടിക്ക് ചേർക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് സവാള ചേർത്ത് നോക്കും. നല്ല ടേസ്റ്റാണ് ബ്രൊക്കോളി മെഴുക്ക് പുരട്ടിക്ക്. ബ്രൊക്കോളി ഇഷ്ടമില്ലാത്തവർ വരെ കഴിച്ചു പോകും. ഞാൻ ഈ ചെയ്യുന്ന രീതി അനുസരിച്ചൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട. പകുതി വെന്തതിന് ശേഷം ഉപ്പും മറ്റു കാര്യങ്ങളും ചേർത്താൽ മതിയാകും. ഇനി തട്ടിപ്പൊത്തി വെച്ച് ഒരു പകുതി വേകുന്നിടം വരെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ബ്രൊക്കോളി അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ഇതുപോലെ കനം കുറഞ്ഞ്, അതായത് നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് ഇങ്ങനെ നൈസായിട്ടൊന്ന് അരിഞ്ഞ് ഇതുപോലെ ചെയ്ത് കൊടുത്ത് നോക്കിക്കോളൂ. അവർക്കും ഇഷ്ടപ്പെടും. തീയെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. നിറയെ പോഷക ഗുണങ്ങൾ ഈ ബ്രൊക്കോളിക്കുണ്ട്. ഇതിന് മുന്നേ ഒരു ക്യാരറ്റ് ചേർത്തൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ചേർക്കാം. ഇനി ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ചതച്ചെടുക്കുക. അതുകൂടി ചേർക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു 7-8 10 ഒക്കെ ചേർക്കാം. വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതിന് പകരമായിട്ട് വെളുത്തുള്ളി പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. അത് ഇപ്പോഴും ചേർക്കരുത്. അതൊരു 1/4 വെന്തിട്ട്, അതായത് ലാസ്റ്റ് സമയത്ത് ചേർത്താലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇനി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് വീണ്ടും ബാക്കി കൂടി ഒന്ന് മൂടി വേവിക്കാം. ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് മൂടി വെക്കുമ്പോഴത്തേനും ഒരല്പം ഒരു നനവുണ്ടാകും ഇതിനകത്ത്. അത്രയും മതി. വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് പെട്ടെന്നായിക്കോളും. നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പൂഡ് ഒന്ന് ചെയ്തേക്കണേ. ബ്രൊക്കോളിയൊക്കെ നല്ലവണ്ണം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമയം ഒന്നും അടിയിലില്ല. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ ബ്രൊക്കോളി ക്രഞ്ചിയാണ്, ടേസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ചുകൂടെ വേഗണം, കുറച്ചുകൂടെ വഴന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിരത്തി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എങ്കിലും പറയുന്നു, ഒരുപാട് വഴറ്റി അതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാനിവിടെ കടുക് താളിക്കുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. ലാസ്റ്റിൽ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാമെങ്കിൽ ടേസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അല്ലെങ്കിൽ കടുക് താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്താലും മതി. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണെന്ന് മനസ്സിലായില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയാണ്.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ കൂടെ ചെയ്തേക്കണേ. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.